നമസ്തേ പ്രിയമിത്രങ്ങളെ. ദുർഗാഭക്തയായ ഞാൻ ദുർഗയുടെ നാമം ജപിക്കുന്നതിനിടയിൽ ഭദ്ര എന്ന നാമം വരുന്നു, ചാമുണ്ട എന്ന നാമം വരുന്നു, ചണ്ഡിക എന്ന നാമം വരുന്നു. അയ്യോ പാപം, എന്തു ചെയ്യും? സമാധാനപ്രിയ ഞാനിനിയും ആയുധമേന്തി അതും കൊടുവാളുമായി വരുന്ന ഭദ്രയുടെ ഇരയായി മാറുമോ എന്നൊരു കൂട്ടർ. മറ്റൊരു കൂട്ടർ ഇതിലും മോശക്കാരല്ലേ. അവരെന്തു പറയുന്നു? ഭദ്രയുടെ ഉപാസകരായിരുന്ന ഞാൻ, അല്ലെങ്കിൽ ഭദ്രയുടെ പ്രീതിയെ ലഭിക്കണമെന്ന് ചിന്തിച്ചിരുന്ന ഞാൻ, ഭദ്രയുടെ നാമം ജപിക്കുന്നത് വഴി ഇടയിൽ എപ്പോഴോ ദുർഗ എന്നുള്ള നാമം വന്നു, വൈഷ്ണവി എന്ന നാമം വന്നു. എൻ്റെ ലക്ഷ്യം മുഴുവൻ തകിടം മറിഞ്ഞു. എന്തേ ഇങ്ങനെ ചിന്തിക്കുവാനുള്ള കാരണം? വേറെ ഒരു കൂട്ടരുണ്ടേ. ഉണ്ണിക്കണ്ണനെയാണ് ഞാൻ പൂജിച്ചത്, ഉണ്ണിക്കണ്ണനെയാണ് ഞാൻ കാണാൻ ആഗ്രഹിച്ചത്. എന്നാൽ കണ്ണൻ്റെ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ അല്ലെങ്കിൽ നാരായണൻ്റെ നാമങ്ങൾ ചൊല്ലുന്ന കൂട്ടത്തിൽ പാർത്ഥസാരഥി എന്ന് വരുന്നു. അയ്യോ ഭഗവാനേ, മുഴുവൻ പ്രശ്നമാണ്. കാരണം പാർത്ഥസാരഥി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന ആളെന്നാണ് കേട്ടിരിക്കുന്നത്. ഇതെവിടെ പറഞ്ഞിരിക്കുന്നു എന്നറിഞ്ഞുകൂടാ. പക്ഷേ ഇത്തരത്തിലുള്ള അന്ധമായ ചിന്തകളാൽ തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ അനേകം സമയം നമ്മൾ പാഴാക്കി കളയുന്നു. ഒരുപക്ഷെ ലക്ഷ്യത്തിന് അയലത്തിലേക്ക് പോലും എത്തപ്പെടാൻ കഴിയാതെ പാഴ്ജന്മമായി മാറേണ്ടി വരുന്നു. അപ്രകാരം മാറേണ്ടവരല്ല നമ്മൾ. ഈശ്വരൻ എത്രയുണ്ട്! അയ്യോ, ഇതുവരെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര വിശാലമാണ്. എത്രയേറെ ബുക്കുകളിൽ എഴുതിയാലായിരിക്കും ഈശ്വരൻ്റെ രൂപവും ഭാവവും പൂർത്തീകരിക്കാൻ കഴിയുന്നത്. 300 കോടി ദേവതകളെന്നൊരു കൂട്ടർ. ഭഗവാനെ, ഇതെല്ലാം കൂടെ എപ്രകാരമാണ് ചിന്തിക്കുന്നത്? നടക്കുന്ന കാര്യമാണോ എന്ന് പരിതപിക്കുമ്പോൾ അറിവിൻ്റെ നിറകുടങ്ങൾ മറ്റു പലതും പറഞ്ഞിട്ടുണ്ട്. എപ്രകാരമാണ് കാളി രൂപാന്തരം പ്രാപിച്ചത്, എപ്രകാരമാണ് ഭദ്രരൂപാന്തരം പ്രാപിച്ചത്, എപ്രകാരമാണ് കണ്ണൻ രൂപാന്തരം പ്രാപിച്ചത്, എപ്രകാരമാണ് പാർത്ഥസാരഥി രൂപാന്തരം പ്രാപിച്ചത്. കണ്ണനിൽ നിന്ന് പാർത്ഥസാരഥിയുടെ മാറ്റം എങ്ങനെയുണ്ടായി? ഭദ്രയിൽ നിന്ന് ദുർഗയിലേക്കും, ദുർഗയിൽ നിന്ന് ഭദ്രയിലേക്കും, കാളി, കരാളി, ചാമുണ്ട, ഈ രൂപഭേദഭാവങ്ങൾ എപ്രകാരം സംഭവിച്ചു എന്ന് അറിയുവാനുള്ള ഒരു എളിയ ശ്രമം വേദരസത്തിലൂടെ പ്രിയമിത്രങ്ങൾക്കായി ഒരുക്കുന്നു. ഏവരുടെയും ശ്രദ്ധയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ.